കാണാനില്ലടോ യാത്രൂട്ടി. ഈ വണ്ടിക്കും വന്നില്ലല്ലേ? വന്നെങ്കിൽ എനിക്ക് കണ്ടൂടെ? തന്റെ മുഖത്തെന്താ കണ്ണില്ലേ? ഓരോ സ്ഥലത്ത് ഓരോന്ന് കേൾക്കുമ്പോ പേടിയാകുക. ചിലയിടത്തൊക്കെ തീവണ്ടി കൂട്ടിമുട്ടിന്നോ മറിഞ്ഞു വന്നോ പാളം തെറ്റിന്നോ എന്തൊക്കെയാ കേക്കണേ. ഇങ്ങനെ ഓരോ ദിവസവും വരാണ്ടാവുമ്പോ എങ്ങനെ വ്യസനിക്കാതിരിക്കുക? വടയാത്തൂട്ടി, ഇനിയിപ്പോ നാളത്തെ വണ്ടിക്ക് നോക്കാനല്ലേ? നാളെയും വന്നില്ലെങ്കിലോ? മറ്റന്നാളത്തെ വണ്ടിക്ക് നോക്കാണോ മാപ്പിളെ? താൻ വ്യസനിക്കാതിരിക്കുക. താൻ ആ പാല കൊണ്ട് കൊടുക്കുക. എനിക്കിങ്ങനെ നീങ്ങി നിരങ്ങി നടക്കാൻ വയ്യ. ഞാൻ ചെന്നിട്ട് വേണം അവളെ പുറത്തഴിച്ചു കെട്ടാൻ. എന്നിട്ട് വേണം ചാളാൻ വരാൻ, വെള്ളം കൊടുക്കാൻ. അവൾ ഇനി ടൂട്ടൂറിൽ പോയോ ആവോ? എന്തൊക്കെയോ അവിടെ ചെന്നാലേ അറിയൂ. ഈ മാപ്പിള ഈ നിലയ്ക്ക് വ്യസനിച്ച് ഓടി ഓടി ചാകുകയുള്ളൂ. തമ്പ്രാനേക്കാളും വ്യസനം അന്തോണി മാപ്പിളക്കാ.
എന്താ വല്യമ്മേ? നീ ആ പഠിക്കില്ലെന്ന് ചെന്ന് നോക്കിയേ, വരണുണ്ടോന്ന്. പോയവരെയും കാണുന്നില്ല, വരാനുള്ളവരെയും കാണുന്നില്ല. വണ്ടി വരുന്ന ശബ്ദം കേട്ട് നേരെ എത്രയായി? ആരെയും കാണുന്നില്ല വല്യമ്മേ. ഏയ്, ഇന്ന് വരാണ്ടിരിക്കില്ല. ഇപ്പഴാരാ വരണം നോക്കിയ നീ? ആരുമില്ല വല്യമ്മേ, വല്യച്ഛനും ചാത്തത്തെ മാത്രമേ ഉള്ളൂ. എന്തു പറ്റി എന്റെ ഉണ്ണിക്ക്? മിനിഞ്ഞാന്ന് വരണമെന്നും പറഞ്ഞല്ലേ എഴുതിയിരുന്നേ? നീ ആ എഴുത്തെടുത്ത് ഒന്നുകൂടെ വായിച്ചേ. മോള് വായിക്കേ. പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും അച്ഛൻ അയച്ച കത്ത് കിട്ടി. അച്ഛനും അമ്മയ്ക്കും വിശേഷമൊന്നുമില്ലെന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നു. എനിക്ക് ലീവ് അനുവദിച്ചു കിട്ടി. ഞാൻ 11-ാം തീയതി ഇവിടെ നിന്ന് പുറപ്പെടും. 13-ാം തീയതി അവിടെ എത്തും. 13-ാം തീയതി തന്നെ അല്ലേ എഴുതിയേർക്കണേ? അതെ, സംശയമില്ല, 13-ാം തീയതി തന്നെയാ. ഞാൻ എല്ലാ എഴുത്തിലും പ്രത്യേകം ചോദിക്കാറുണ്ട് എന്താ കൊണ്ടുവരേണ്ടതെന്ന്. ഒന്നും കൊണ്ടുവരണ്ട, നിന്നെ ഒന്ന് കണ്ടാ മതിയായിരുന്നു. നിങ്ങൾ അക്കാര്യം മാത്രം മറുപടിയിൽ എഴുതില്ല. എനിക്കിഷ്ടമുള്ളത് ഞാൻ എന്തെങ്കിലും കൊണ്ടുവരും. ഇത്തവണ ഇവിടെ ചൂട് വളരെ കൂടുതലാണ്. വെള്ളത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. വെള്ളത്തിന് ബുദ്ധിമുട്ടാണെന്നും പറയണു, വെള്ളപ്പൊക്കം കൊണ്ടാ വണ്ടി വരാൻ വയ്യണേന്നും പറയണു. ഇതിനിപ്പോ ഏതാ വിശ്വസിക്കുക? വല്യമ്മേ, അതിന് അവിടെയല്ല വെള്ളപ്പൊക്കം, വരണ വഴിയില്ല. എവിടെ വെള്ളപ്പൊക്കം ആയാലും എന്റെ ഉണ്ണി വന്നില്ല, അത്രയും പറഞ്ഞാ മതിയല്ലോ. ആ, നീ ബാക്കിയൂടെ വായിക്കേ. നാട്ടിൽ മഴയൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ കൃഷിപ്പണിയെല്ലാം കഴിഞ്ഞു. അച്ഛൻ പാടത്തും പറമ്പിലും തന്നെ ആയിട്ടാണോ കഴിയുന്നത്? ആരോഗ്യം നോക്കണം. ഇനി കുറെയൊക്കെ ചാത്തുട്ടെ പറഞ്ഞയച്ച് ചെയ്യിച്ചാൽ മതി. അമ്മ മരുന്നും ലേഹ്യവും മുടക്കരുത്. മറ്റു വിശേഷങ്ങളൊന്നുമില്ല, എനിക്ക് സുഖം തന്നെ. എന്നാ സ്വന്തം മകൻ ഉണ്ണി ആ എഴുത്ത വേണേ കൊണ്ടുപോയി വേണേ. ഇനി നാളെ കാലത്ത് എടുത്താൽ മതി. നിങ്ങൾ അവിടെ ചെന്നിട്ട് നല്ലോണം നോക്കിയോ? പിന്നെ ഉണ്ണി അവിടെ പരന്ന് കിടക്കല്ലേ തപ്പി നോക്കാൻ. നിങ്ങൾക്ക് വേറെ ജോലിയില്ലടോ അമ്മേ. ആ അടുക്കള ചെന്ന് നേരത്തെ കാലത്ത് വല്ലതും കാലാക്കാൻ നോക്ക്. ഉണ്ണി വരുമ്പോ വരും. 3 ദിവസമായിട്ട് നിങ്ങൾക്ക് ഒരു വേദനാതി ഇല്ലല്ലോ. എന്നാ ഞാൻ ആ അന്തോയുടെ വാരി വ്യസനിച്ചോണ്ട് നാട് മുഴുവൻ ഓടി നടക്കാം. ചെക്കൻ എഴുതിക്കണു വയസ്സും പ്രായമായില്ലേ, വീട്ടിലടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ എന്ന്. അതെങ്ങനെയാ? ഈ അമ്മ ചൊറിഞ്ഞോണ്ട് പിന്നാലെ നടക്കല്ലേ? ഇനി കുറെയൊക്കെ ചാത്തുട്ടിയെ പറഞ്ഞയച്ച് ചെയ്യിച്ചാ മതി. ചാത്തുട്ടിയുടെ കാര്യം വരെ ഓർമ്മയുണ്ട്. എന്നാലും എന്നെ കുറിച്ച് ഒരക്ഷരം കൂടി എഴുതിയിട്ടില്ല. അയ്യോ,
ഞാൻ എന്തൊരു പൊട്ടിയ, എന്നെ കണ്ടിട്ടും കൂടിയില്ല. പിന്നെങ്ങനെ അന്വേഷിക്കുക അല്ലേ? കൗസല്യേ, ഇന്നും വന്നില്ല കേട്ടോ. നാളെ വരുന്നപ്പോ എന്താ ഉറപ്പ്? വല്യച്ഛനും വല്യമ്മയും ഇന്നും ഇത് പറഞ്ഞ് ചന്തയാ. അതിന് അമ്മണിക്കുട്ടി എന്തിനായിരുന്നു പിടയ്ക്കണേ? കൗസല്യ കാണുന്നുണ്ട്. 3-4 ദിവസമായിട്ടുള്ള കുട്ടിയുടെ ഒരു ഇളക്കം. പോ കൗസല്യേ. ഉണ്ണിയെ ആള് വിചാരിക്കണ പോലൊന്നും അല്ല. കുട്ടിക്കാലത്ത് എന്തായിരുന്നു വികൃതിയെന്നറിയോ? ഞാൻ കുറെ കണ്ടതാ. ഇനി ഇപ്പൊ വലുതാവുമ്പോ അതൊക്കെ കുറയോ? സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിന്നോ. ഈ പരുവത്തിലുള്ള നിന്നെയൊക്കെ കണ്ടാൽ. അയ്യോ, ഈ കൗസല്യ എന്തൊക്കെ വൃത്തിയേടായി പറയണേ. പറയുമ്പോഴാ വൃത്തിയേട്, കേൾക്കാൻ കൊതിയുണ്ടല്ലേ? എന്റെ അടുത്തെങ്ങാനും വേഷം കെട്ട് കാണിച്ചാണ്ടല്ലോ, ഞാൻ ഇടിക്കും. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ, ഇടിക്കില്ല കേട്ടോ. ഒന്ന് ചിരിച്ചേ. അയ്യോ, എനിക്കെന്താ പറ്റി? എനിക്ക് ഭ്രാന്താണെന്നാ തോന്നണേ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ഉറക്കം പറയൂ കുട്ടി. ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലാന്ന്. ഓ, അവളൊന്നും പറഞ്ഞില്ല അത്രേ. ഞാൻ ഏതാണ്ടൊക്കെ കേൾക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഞാൻ തന്നെ ആവും പറഞ്ഞിട്ടുണ്ടാവുക. എന്ത് കഷ്ടാവ്. ഉണ്ണി വന്നോ? ഇല്ല. അതിന് ഇത്ര ഗൗരവപ്പെണ്ണ എന്തിനാ മോളെ? വിവരം പറഞ്ഞാ പോരെ. തൊഴുത്തില് ചാണമാരി ഉണ്ടോ? ഇല്ലെങ്കിൽ ചാണം വരാൻ പറ. കൗസു, ചാണം വരാൻ പറ. കൗസു, ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ? നമുക്കൊന്നും സുഖമുണ്ടേ. എനിക്കിപ്പോ സുഖത്തിന് കുറവൊന്നുമില്ല. എനിക്ക് സുഖമുണ്ട് കൗസു. ഞാനിപ്പോ പോവും. ഇവിടെ വെച്ചുള്ള മേത്തോട്ടുള്ള കളിയേ എല്ലാവരും കാണും. അതിന് ഞാനും പറയണേ. ഇന്ന് വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ, ഇന്നൊന്നും വേണ്ട. പിന്നെ എന്നാ? എത്ര ദിവസമായി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിപ്പിക്കണേ? തനിക്ക് പ്രാന്ത് പിടിച്ചു തുടങ്ങി. കൗസല്യേ, എന്താ കൗസല്യക്ക് എടുത്ത് വെച്ചേക്കണേ? വല്യമ്മ വിളിക്കണു. ഇവിടെ ചാണൊന്നും വരണ്ടേ? ചാണം വാരിയിട്ട് വരാൻ പറഞ്ഞു. ഇവിടെ ആള് ശരിയല്ല, ഒരു പൊളച്ചിലൊക്കെ കൂടിയുണ്ട്. എന്റെ അടുത്ത് കളിക്കണ പോലെ ആ കുട്ടി എടുത്ത് കളിച്ചാലേ. പിന്നെ ഞാനൊക്കെ തൊടുമ്പോഴല്ലേ ഈ ചവിട്ടും തൊഴിയും. എവിടെങ്കിലും ചെന്ന് പെടും. ഉണ്ണല്ലേ വരണേ? എന്തിനാ വെറുതെ ഈ കിട്ടാക്കൊതി? അപ്പൊ നമ്മുടെ കാര്യം രക്ഷയില്ല അല്ലേ? കുട്ടി ചാണാമല്ല കഴിഞ്ഞോ? എന്താ തനിക്ക് തിന്നണോ? മാറിക്ക പൈസ. എന്തോരം കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയണ്ടേ? ആ വ്യസനത്തിന്റെ തെങ്ങമ്മ കയറി എന്നുള്ള അവന്റെ സിനിമ കാണല് നിർത്ത ഞാൻ. അന്തോണിച്ചേട്ടനി കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ലില്ലിക്കുട്ടിയോട് ചെയ്യാൻ പറയണം. പിള്ളേരെ എന്തെങ്കിലും പണിയെടുത്ത് പഠിപ്പിച്ചില്ലെങ്കിലേ ചീത്തയായി പോയി. സ്നേഹമുള്ളതുകൊണ്ട് പറയാട്ടോ. ഇതൊക്കെ ഇപ്പോ എനിക്ക് ചെയ്യാവുന്ന പണികളേ ഉള്ളൂ. അന്തോണിച്ചേട്ടന് ഈ ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്ന് കരുതിയ ലില്ലിക്കുട്ടിയുള്ള നേരം നോക്കി ഞാനിവിടെ കറക്കാൻ വരണത്. ചാണകം വാരാനും പിടിക്കാനും ഒരാളുണ്ടാവുമല്ലോ. ലില്ലിക്കുട്ടി വരണമെന്ന് നീ നോക്കണ്ട. നിനക്ക് കുറച്ചുകൂടി നേരത്തെ വന്ന് കറന്നു വന്നൂടെ? ചേട്ടനോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. ആ പുഷ്പാങ്കനം ചെത്താൻ വരണത് എപ്പോഴാണെന്ന് നോക്കിയിട്ടുണ്ടോ? ലില്ലിക്കുട്ടി കുളിക്കാൻ കയറുമ്പോ അവൻ തെങ്ങുമ്പോ കയറും. നമ്മൾ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലേ അവന്മാര് കിടന്ന് കളിക്കാന്ന് പറയണതേ എനിക്ക് ഇത്തിരി വിഷമമുണ്ട്. എടാ, പശു ചൊര വലിക്കണം, നീ കറന്നേ. അല്ലെങ്കിൽ ഈ മാപ്പിളക്ക് നല്ലത് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നേ.
कृष्ण गोविंद नारायण हरे अच्युतानंद गोविंद माधव सच्चिदानंद रूप जनार्दन वनमालि वृंदावन पूविलूडे यमुनयायलनु तिरयामिन्ने वनमालि वृंदावन पूविलूडे यमुनयायलनु तिरयामिन्ने തുഷാരമണികൾ തുളുമ്പി നിൽക്കും തുളസി പൂമാല ചാർത്താം നിന്നെ ജഗന്നിവാസ ശരണം മുരാരേ മുകുന്ദ ഭക്തപ്രിയ വാസുദേവ ഗോവർദ്ധനോദ്ധാരക പ്രേമ സിന്ധു ഗോലോകബന്ധോ ഗുരുവായൂരപ്പ കുഴൽവിളിയിൽ അലിഞ്ഞലിഞ്ഞിടങ്ങാം പൊന്നോമൽ കായാമ്പു നിറമായി മയങ്ങാം പൊന്നോട് കുഴൽവിളിയിൽ അലിഞ്ഞലിഞ്ഞിടങ്ങാം പൊന്നോമൽ കായാമ്പു നിറമായി മയങ്ങാം തുഷാരമണികൾ തുളുമ്പി നിൽക്കും തുളസി പൂമാല ചാർത്താം നിന്നെ ചാണകമൊക്കെ ഞാൻ മാറുന്നുണ്ട്, നീ ഇങ്ങോട്ട് പോന്നാ മതി. ഈ മാപ്പിള തൊഴുത്തി കിടന്ന് ചാവുള്ളൂ തോന്നെ. ഇല്ലിക്കുട്ടി എന്താ? അല്ല, തുപ്പല് തൊട്ട് അട്ടിപ്പിടിക്കാൻ പറ്റില്ലല്ലോ. ഇത്തിരി വെണ്ണയോ എണ്ണയോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് കൊണ്ട് താ. വെണ്ണ ഞാൻ ആ കപ്പുമ്മ വെച്ചിരുന്നല്ലോ. പിന്നെ എവിടെ? ഞാൻ എടുത്ത് തിന്നാ. ഇത്തിരി വെണ്ണ എടുത്തിട്ട് അടി. ആ കപ്പിങ് തന്നെ. വേണ്ട വേണ്ട, കൈ തന്നാ മതി. അങ്ങനെ കുറച്ചും കൂടി ഉണ്ട്. ഇനി മോളങ്ങ് നോക്കിക്കോ. നീ എവിടെ എന്തെടുക്ക? ഞാനിവിടെ കമന്ന് കിടക്ക. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. ഇതിപ്പോ പശു ഏതാ ആളേതാണെന്ന് തിരിച്ചറിയില്ലല്ലോ. അന്തോണി ചേട്ടനൊന്ന് മാറി നിൽക്കാൻ, ഞാനൊന്ന് കറക്കട്ടെ.
അല്ല ലില്ലിക്കുട്ടി, നീ ഒന്ന് പോയി കുളിച്ചേ. ആ, ഒന്ന് പോയി കുളിച്ചേ. അപ്പനെന്താ ഇത്ര ധൃതി ഞാൻ പോയി കുളിക്കാൻ? നീ ഒന്ന് പോയി കുളിക്കാൻ. വല്യച്ഛനും ചാത്തുട്ടി സ്റ്റേഷനിൽ പോയിട്ടുണ്ട്, എന്ന് വരും കേട്ടോ. യൗവന ഭംഗികളെ താരാട്ടി ഉലകം ചൂടിക്കും തായാട്ടിൽ. യൗവന ഭംഗികളെ താരാട്ടി ഉലകം ചൂടിക്കും തായാട്ടിൽ. ഒളിഞ്ഞ പുഞ്ചിരി തൻ മിന്നാരം, ഒളിഞ്ഞ പുഞ്ചിരി തൻ മിന്നാരം. ഓലമാലം രാഗരസം, ഓലമാലം രാഗരസം പൊഴിയാവണിരാത്തിങ്കൾ ഉദിച്ചില്ല. അടുപ്പത്ത് വെച്ചത് എന്തായാവോ? ആയിട്ടില്ല, ഞാൻ വാങ്ങി വെച്ചോളാം. അഴിച്ചു വെച്ചോരണിയലമെല്ലാം ആരും കാണാതെ അണിയുമ്പോൾ, അഴിച്ചു വെച്ചോരണിയലമെല്ലാം ആരും കാണാതെ അണിയുമ്പോൾ, ആണിനു പെണ്ണിനോട് കിന്നാണം, ആണിനു പെണ്ണിനോട് കിന്നാണം. ആലിംഗനത്തിനാരം
എന്തോരം പറഞ്ഞാലും നീ കേക്കില്ല. നിനക്ക് ഇപ്പോഴേ കുളിക്കാൻ നേരമുള്ളൂ. എടാ പുഷ്പാകര, നിന്റെ കുട്ടിക്കത്ത ഉണ്ടാക്കാൻ നീ താഴെ ഇറങ്ങ്, കാലി കഴിക്കും. എന്തൊരു കഷ്ടമാണ്. വീട്ടിലൊരു പെണ്ണുള്ള കാരണം സമാധാനമായി പുറത്തു വരാൻ വയ്യാണ്ടായല്ലോ. ഈ ചെക്കൻ ഇത് എന്ത് പറ്റിപ്പോയി? എത്ര ദിവസം ഇങ്ങനെ തീവണ്ടി ഓഫീസിലേക്ക് നടക്കുക? ഇനി വരുമ്പോ വരട്ടെ. അല്ല, എന്താ ഭാവം? കളിപ്പിക്കുക? ഇന്ന് വരുന്നും പറഞ്ഞ് പാവം വല്യച്ഛനും ചാത്തുട്ടിയും എത്ര ദിവസമായി സ്റ്റേഷനിൽ വരുന്നേ? നോക്കിക്കോ, ഇനി വല്യച്ഛനും വരില്ല, ചാത്തുട്ടിയും വരില്ല, ആരും വരില്ല. ഇഷ്ടമുണ്ടെങ്കിൽ വന്നാ മതി. അയ്യോ, ഞാൻ തമാശ പറഞ്ഞല്ലേ. ആര് സ്റ്റേഷനിൽ വന്നില്ലെങ്കിലും ഞാൻ വരാം കേട്ടോ. നിന്നെ ആ വ്യസനമാപ്പിള വിളിക്കുന്നു. വല്ല പണിക്കുമായിരിക്കും. എന്താ കാര്യം പണിയെടുത്തിട്ട്? മനസ്സറിഞ്ഞ് 10 പൈസ തരില്ല. മക്കിയാ മാപ്പിള. എന്റെ അടുത്ത് ഇപ്പൊ പറയാറില്ല. ഞാൻ പോണു, നീ പുറകെ വാ. കൗസല്യ, ഞാൻ നിന്നെ അന്വേഷിച്ച് അങ്ങോട്ട് വരികയായിരുന്നു. എന്താണാവോ എനിക്ക് എടുത്തു വെച്ചിരിക്കണേ? കൗസല്യേ, 5-6 മണി നെല്ലുണ്ട്, ഒന്ന് കുത്തിത്തായോ? എനിക്ക് പണ്ടത്തെ പോലെ നെല്ലും ചാക്കും ചുവന്നുകൊണ്ട് ഓടാൻ വയ്യ. 5-6 മണി നല്ലല്ലേ ഉള്ളൂ, അത് മടിയിലിട്ടോണ്ട് പോയാ പോരെ. നീ തമാശ പറയാതെ ഒന്ന് വന്നേ. അയ്യോ, ഇന്നിനി വയ്യ, നേരെ വരട്ടി. ഞാൻ നാളെ എങ്ങാനും വരാം. നാളെ നീ എപ്പോഴാ വരിക? എവിടാ വരിക? എങ്ങനാ? എന്റെ പൊന്നും കുരിശ് മുത്തപ്പായ ഒരെത്തും പിടിയും കിട്ടണില്ലേ? അവിടാണ് ഒരു മണി അരിയില്ല. അല്ല കൗസല്യേ, ആ കുട്ടി ഇന്നും വന്നില്ലല്ലേ? ആൾക്കാരെന്തൊക്കെയാ പറയണേ? ഞങ്ങളുടെയൊക്കെ തീവണ്ടി ഇടിച്ചു വന്നോ, പാളം തെറ്റിന്നോ, മറിഞ്ഞു വന്നോ, വെള്ളപ്പൊക്കം ഉണ്ടായെന്നോ? ഇതൊക്കെ കേട്ട മേലെങ്ങനെയാ മനസമാധാനം ഉണ്ടാകുക? ആ തവണയാണ് ഈ വയസ്സായിട്ടിരിക്കുകയാണ്. കമ്പി ഉള്ളു വന്നോ? അവിടെ കമ്പിയും വന്നില്ല, കിമ്പിയും വന്നില്ല. ഞാൻ നാളെ എങ്ങാനും വരാം. എനിക്ക് നിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ സമയമില്ല. അല്ല, നേരെ എത്ര പെട്ടെന്ന് അന്തിയേ. 100 കൂട്ടം ജോലി കിടക്കുന്നു. അവിടെയാണെങ്കിൽ ആ പെണ്ണ് നനച്ചേ ഉള്ളൂ. കൗസു, കൗസു. ആരാ? ഞാനാ, ദേവസ്കുട്ടി. എന്റെ അമ്മേ. എന്തൊരക്രമമായി കാണിക്കുന്നത്?
അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആളുള്ളതാ, വല്ലവരും കാണും. അതൊന്നും സാരില്ല. എന്ത് സാരമില്ലെന്ന്? കിടക്ക് അത് ഷോ, ആ സൈക്കിൾ എടുത്ത് മാറ്റി വെക്കേ. അതെ അപ്പം മാറ്റി വെക്കാം. അവിടെ വെച്ചാലും വല്ലവരും കാണും. എന്റെ എത്ര നാളെത്തിയിട്ടുള്ള ആഗ്രഹ. നിങ്ങളുടെയൊക്കെ ആഗ്രഹം കഴിഞ്ഞാ പിന്നെ തിരിഞ്ഞു നോക്കില്ല. ദേ, ഒരാള് തന്ന സമ്പാദ്യായത്. ഇനി എനിക്ക് എന്തെങ്കിലും പറ്റിയാല്... കൗസു, നീ ഇങ്ങോട്ട് നോക്കിയേ. എല്ലാവരും കൂട്ടല്ല ഞാൻ. അഥവാ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഞാനുണ്ട്. എന്റെ വാക്കേ വാക്കാ. ആ, നമുക്ക് കെടുക്ക. ഉറങ്ങിപ്പോയാ കാലത്തന്നെ വിളിച്ചേക്കണം കേട്ടോ. എനിക്ക് കറക്കാൻ പോണ്ടതാ. വിളിച്ചിരുന്നോട്ടെ കൗസു. നിങ്ങൾ എന്തായി പറയണേ? കുറച്ച് വിളിച്ചിരുന്നോട്ടെ. എന്നാ ഞാൻ ഇവിടുന്ന് പോവും. എന്നാ കൂടി ചെല്ല്. കുറച്ച് വിളിച്ചിരുന്നോട്ടെ എന്റെ കൗസു. ഉണ്ണിട്ട് വന്നു. കൗസല്യേ, ഉണ്ണിട്ട് വന്നു. ഉണ്ണിട്ട് വന്നു. എന്താ പെണ്ണ് പറഞ്ഞത്? ഉണ്ണിത്തമ്പരാൻ വന്നോന്ന്. ഉണ്ണിത്തമ്പരാൻ വന്നോ? ഉണ്ണിയാ? വന്നോ? കാത്തിരുന്ന് കണ്ണു കഴിച്ചു. അമ്മ എന്തിനാ കരയണേ? ഞാൻ കരയുന്നൊന്നുമില്ല, നീ വന്നല്ലോ. നിന്റെ അമ്മ നേരെ ചൊവ്വ എന്തെങ്കിലും കഴിച്ചിട്ട് ഇന്നേക്ക് 4 ദിവസമായി. അച്ഛൻ സ്റ്റേഷനിൽ വന്ന് കാത്തൊന്നും മടുത്തൂല്ലേ? നീ പറഞ്ഞോ. അച്ഛൻ സ്റ്റേഷനിൽ വന്നേ കാത്തൊന്നും മടുത്തൂല്ലേ? ദേ, ഇതാ ഇവിടെ ഇപ്പൊ ഒരു കുഴപ്പം. വേടി പൊട്ടിച്ച ദേ പോക പോണൂന്ന് പറയും. ഈ കുന്ത്രാണ്ടം വെച്ചില്ലെങ്കിൽ ഒരു വസ്തുവും കേൾക്കില്ല. നിന്റെ അച്ഛനോട് തൊള്ള തുറന്ന് എനിക്ക് വയ്യാണ്ടായി. നിന്റെ അമ്മ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാ. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയാമോ? ഞാൻ വരണ കണ്ടാ പറയും ചാത്തൂട്ടിയാന്ന്, ചാത്തൂട്ടിയെ കണ്ടാ പറയും ഞാനാന്ന്. പിന്നെ എനിക്ക് അത്രയ്ക്കൊന്നും കാണാണ്ടായിട്ടില്ല. അല്ല, എന്താ ഇത്രയും താമസിക്കാൻ? വരണ വഴിക്ക് വെള്ളപ്പൊക്കവും ബഹളമൊക്കെ ആയിരുന്നു. കണക്ഷൻ ട്രെയിനൊക്കെ തെറ്റി. അല്ല, നിങ്ങൾ കഥയും കേട്ടോണ്ട് നിൽക്കുക. ആ പെട്ടിയും കിടക്കയും എടുത്ത് അകത്തേക്ക് വെക്കുക ദിവസം. എടുക്കാൻ പൊന്താത്തതാ പൊന്തിക്കണേ. ഒടുക്കം വന്നില്ലേ? എങ്ങനെയുണ്ട് ആള്? യാത്രയിലെ പൊടിയും കാറ്റും തട്ടി വരന്തോണ്ടാവും മുടി ഇങ്ങനെ. എണ്ണയൊന്നും തേക്കുണ്ടാവില്ല. വിചാരിച്ചിരുന്നേലും നിറണ്ട്. ഒന്നും പറയണ്ട എന്റെ ഉണ്ണിയെ. ഒരു ദിവസം 33 പ്രാവശ്യം ഞാൻ നിന്റെ അമ്മയായിട്ട് വഴക്കിടും. ജോലിയും പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോ ഈ വഴക്കും തമാശയൊക്കെ ഒരു രസാ. ചോദിക്കാൻ വിട്ടുപോയി,
ഏതായി കുട്ടി? ഇത് നമ്മുടെ ഞാൻ എഴുതിയിരുന്നില്ല ഉണ്ണി. ഓ, ഞാനത് മറന്നു. എന്താ കുട്ടിയുടെ പേര്? അമ്മണിക്കുട്ടി. ഓ, അവക്ക് നാണം. ഇവളാ നിന്റെ അമ്മയുടെ ഇപ്പോഴത്തെ പ്രൈവറ്റ് സെക്രട്ടറി. മോള് പോയി കൗസല്യോട് ഉണ്ണിക്ക് വിളിക്കാൻ ഇത്തിരി വെള്ളം ചൂടാക്കാൻ പറ. നീ പോയി ചായ ഉണ്ടാക്ക. പാവം മെഡിക്കുക. അച്ഛനില്ലാത്തല്ലേ ഉണ്ണി. കുട്ടികൾ വേറെ ഇല്ലേ, ചെലവ് കഴിയണ്ടേ. ഇവളെ കൊണ്ട് എന്തെങ്കിലും കിട്ടിയാ അതുകൊണ്ട് അവറ്റയ്ക്കൊരു ഉപകാരമായി. ഇവിടെ ആയതുകൊണ്ട് അവർക്കൊരു സമാധാനമാ. കാശും പണം ഇല്ലാച്ചിട്ട് വല്ലയിക്കിലും അടിച്ചുകളിക്ക് വിടാൻ പറ്റുമോ? ഒന്നുമില്ലാലും കൂട്ടത്തിൽപ്പെട്ടതല്ലേ ഉണ്ണി. എന്താ പുരയ്ക്ക് തീ കൊളുത്താൻ പോവാ? തീപ്പെട്ടി കത്തണില്ല, നനഞ്ഞിട്ടാവും. നനയും നനയും. അയ്യേ, നഖത്തിലൊക്കെ ചളിയ.
നേരത്തെ ഇപ്പൊ മത്സ്യം എവിടുന്നാ കിട്ടുക? ആ ചാത്തൂട്ടിയോട് പറഞ്ഞ ഒരാളെ അയച്ചാ മതി. ഉച്ചയ്ക്ക് കിട്ടിയില്ലെങ്കിലും വൈകിട്ടത്തേക്കെങ്കിലും കിട്ടാതിരിക്കില്ല. ഉണ്ണിക്ക് ഇപ്പൊ മത്സ്യം ഒന്നും ഇല്ലെങ്കിലും ചോറിറങ്ങും. ആ പേരും പറഞ്ഞ് നിങ്ങൾക്ക് മത്സ്യം കൂട്ടണം. ദേ, നിങ്ങളുടെ ഈ വർത്തമാനം കേൾക്കുമ്പോഴാ എനിക്ക് അരിച്ചരിച്ച് കയറുന്നത്. ഞാൻ പറഞ്ഞേക്കാം. ഉണ്ണി തെക്കേകത്തുണ്ട്. നീ ആ ചായ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്ക്. ചായ. ഇത്തവണ ആരാ മുറിയൊക്കെ ഒരുക്കേ? അമ്മണിക്കുട്ടിയാ? സാധാരണ വന്നിട്ട് ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യാറ്. പേടിച്ചു പോയി. ആരെന്നാ വിചാരിച്ചത്? ഞാൻ ആരെ വിചാരിക്കാനാ? വിചാരിക്കലൊക്കെ കുട്ടിയല്ലേ. ആ, വല്യമ്മ പറഞ്ഞു വെള്ളം ചൂടായോന്ന് നോക്കാൻ. കുറേശ്ശെ കുറേശ്ശെ ചൂടാവണുണ്ട്. വല്യമ്മേ, വെള്ളം ചൂടായി. ആ, നീ ആ ഉണ്ണിയോട് എന്ന് പറ കുളിക്കാൻ നോക്കാൻ. കുളിക്കാൻ വെള്ളം ചൂടായി. അമ്മണിക്കുട്ടിയുടെ ചായ അസലായി. പക്ഷെ ഞാൻ പഞ്ചസാര ഇട്ടിട്ട് കുടിക്കാറുള്ളൂ കേട്ടോ. അയ്യോ, ഞാൻ പഞ്ചസാര ഇടാൻ മറന്നുപോയി. വല്യമ്മേ, തിരുമ്മിയിടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഉണ്ണിയേ, നിന്റെ എന്താ തിരുമ്മിയിടാനുള്ളതെന്ന് വെച്ചാൽ എടുത്തു കൊടുക്കാറുന്നില്ലേ? ആ കട്ടിൽ മേട്ടിട്ടുണ്ടമ്മേ. ആ, നല്ല ചേല. അയ്യേ, നാണാവില്ല ഇങ്ങനെയൊക്കെ നിൽക്കാൻ. കൗസല്യ പറഞ്ഞത് നേരാ. ആള് ഭയങ്കരനാ. ഞാൻ വല്യമ്മയോട് പറഞ്ഞു കൊടുക്കട്ടെ. അമ്മണിക്കുട്ടി നിക്ക്, തായി കൊടുത്തരാം. അലക്കൊക്കെ ഏറ്റെടുത്തല്ലേ? വെളുപ്പിക്കണേ മോളെ. ദിനദിന്തോ താരംബിത്താരുടെ തിത്തമ്പി തമ്പി
തമ്പിക്കളമോള അരുതാലം പെണ്ണ് കുറുമാലിപ്പുഴയിലെ ഈരൻ ചുറ്റി വന്ന് കുഞ്ഞുകാറ്റും കൊണ്ടിരുന്നേ അതിരുതാലം പെണ്ണ് തന്തനിത്താരോ തിരു തിരു തിന്തനിത്താരോ തന്തനിത്താരോ തിരു തിരു തിന്തനിത്താരോ കണ്ണുനട്ട് കാത്തിരുന്നിട്ട് കതിരിലത്തൊരു കിരകിരപ്പ് കൈ നിറയെ കതിപ്പെട്ട് നിലംപൊളിച്ച് വിട്ടുപൊളിച്ച് നിലംപൊളിച്ച് വിട്ടുപൊളിച്ച് അനിച്ചവച്ചു അനിച്ചവച്ചു കാത്തുകൊണ്ടിട്ട് കലരെടുക്കാറാട്ട് നോറ്റ് ചൂടരിച്ച മനസ്സ് കന്നിപ്പെണ്ണിന്റെ അനിച്ച വെച്ചൊരു മനസ്സ് ആ കന്നിപ്പെണ്ണിന്റെ അനിച്ച വെച്ചൊരു മനസ്സ് തന്തനിത്താരോ തിരു തിരു തിന്തനിത്താരോ തന്തനിത്താരോ തിരു തിരു തിന്തനിത്താരോ ചുണ്ടത്തോരെ കിഴടത്ത് പാടത്തൊറ്റക്കിരിക്കും ചെങ്കോത്ത് ചുണ്ടത്തോരെ കിഴടത്ത് പാടത്തൊറ്റക്കിരിക്കും ചെങ്കോത്ത് ഇണയെ കണ്ടപ്പം കനകൾ കത്തുന്ന കാറ്റാടി ചിറകാട്ടി പടിഞ്ഞാട്ടു പാറി മുട്ടിയിരിക്കാൻ തമ്മിൽ കൊത്തിക്കളിക്കാൻ ചുണ്ടിൽ ചുണ്ടിത്തുറുമ്പാൻ ചേക്കേരാനിടം തരുമോ പച്ചിലക്കൊമ്പേ ചേക്കേരാ ഇടം തരുമോ പച്ചിലക്കൊമ്പേ പിന്നെ എന്തൊക്കെയുണ്ട് കൗസല്യ വിശേഷം? ഓ പാവങ്ങൾക്കൊക്കെ എന്ത് വിശേഷം, ഞങ്ങളെയൊക്കെ മറന്നില്ലേ? അതെന്താ കൗസല്യ അങ്ങനെ പറഞ്ഞത്? വന്നിട്ട് ഇതുവരെ ഒന്നും മിണ്ടാൻ പോലും തോന്നിയില്ലല്ലോ. ഓ അതാണോ? അതിന് ഞാൻ ഇവിടെ തന്നെ ഇല്ലേ കുറച്ചു ദിവസം. വൈകിട്ടെങ്കിലും മീൻ കിട്ടിയില്ലെങ്കിൽ ഉണ്ണിയുടെ അച്ഛൻ ഇരിക്കപ്രതി ഉണ്ടാവില്ല. ആ ദേവസ്കുട്ടി വീട്ടിൽ കറക്കാൻ ചെന്നപ്പോ ചോദിച്ചു, അപ്പൊ ഉണ്ണി പുറത്തേക്ക് ഇറങ്ങിയെന്നും പറഞ്ഞു. എന്നാ ഞാൻ കൂടെ പോട്ടെ. പിന്നെ എന്ത് പറയുന്നു ദേവസ്കുട്ടി? നമ്മളൊക്കെ എന്ത് പറയാനാ എന്റെ ഉണ്ണിയെ? കൗസുമായിട്ട് എന്താ പരിപാടി? ഏയ് കുറച്ചു കാലമായിട്ട് കാണുകയല്ലേ. അപ്പൊ വീട്ടിൽ വെച്ച് കണ്ടില്ലേ? പഴയ കേസല്ലേ. ഇപ്പഴെങ്ങനെ കൗസു? ഹേയ് ഇപ്പൊ ഭയങ്കര ഡീസന്റ് അല്ലേ? അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് വിചാരിച്ച് പാവം
അവനൊക്കെ എന്റെ കൈ കിട്ടിയുണ്ടല്ലോ കള്ളൻ. അവിടെ എങ്ങനെയാ പരിപാടിയൊക്കെ? എന്ത് പരിപാടി? അവിടെ ഈ റെഡ് സ്ട്രീറ്റ് ഉണ്ടെന്നോ? അത് ഈ ബോംബെയിലും നിൽക്കട്ടല്ലോ ഒക്കെ അല്ലേ. അപ്പൊ ഉണ്ണി എവിടെയാ? ഞാൻ റാഞ്ചില്ല. അവിടെ ഒന്നും ഒരു പരിപാടിയില്ലേ? അവിടെ ഒന്നും ഒരു ഇല്ല എന്റെ ദേവസ്കുട്ടി. എന്ത് കഷ്ടം നോക്കി. ഞാനേ നല്ല നല്ല സാധനങ്ങൾ വാങ്ങി വായിക്കാറുണ്ട്. അതിനാ എനിക്ക് ഈ റെഡ് സ്ട്രീറ്റും മറ്റതൊക്കെ പിടികിട്ടിയത്. നോക്കി ബ്ലോക്കുള്ളതാ കാണാം. ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ എന്റെ വീട്ടിലുണ്ട്. ഇത് ഭയങ്കര പശക. വീടുണ്ടോ? നമുക്ക് ഓരോ ഗ്ലാസ് കാച്ചണ്ടേ? ഇന്ന് വേണ്ട. അച്ഛന്റെ അമ്മയുടെയും കണ്ണ് എങ്ങനെയും വെട്ടിക്കാം. വീട്ടിലൊരു പുതിയ പെണ്ണ് വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കായിരുന്നത് ആ കുട്ടി ഏതാ? നമ്മുടെ ബന്ധത്തിൽപ്പെട്ട കുട്ടിയാ. ആ കുട്ടിയുടെ അടുത്തൊക്കെ ഞാൻ ഭയങ്കര ഡീസന്റ് ആട്ടോ. ആ വാര്യത്തൊരു പുതിയ കുട്ടി ശമ്പളത്തിന് വന്നുണ്ട്. വെളുപ്പിന് 5 മണിക്കാ ഞാൻ കറക്കാൻ ചെല്ലല്. പാത്രം എടുത്തു തരാം അവളാ. അടുത്ത ശനിയാഴ്ച ഞാൻ അവളെ ഉച്ച ഞാൻ ഇറങ്ങാണ് കേട്ടോ. ദേ ഒരു കാര്യം, രാത്രി കിടക്കുമ്പോഴേ വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട കേട്ടോ. അധികം തുള്ളിയാലേ വല്ലതും കിട്ടും. അവസാനം അവര് കൈമലർത്തും. എന്റെ കഥ അറിയാലോ മോൾക്ക്. കൊറേ കാലായിട്ട് ഇന്നാ ഒന്ന് മനസ്സിൽ പിടിച്ചുണ്ടത്. പിന്നെ ഇത്ര നാളും പട്ടിണി കിടക്കുകയായിരുന്നു കേട്ടോ ഉണ്ണി. നിന്റെ അച്ഛൻ ഈ പുഴുത്തതും നാറിയതും എന്തെങ്കിലും വേണം. ഞാനിവിടെ കേറ്റാൻ സമ്മതിക്കില്ല. നിന്റെ അമ്മയുടെ ഈ ആയുർവേദം ആര് തിന്നാനടാ? ആ ഇതാ ഇവിടത്തെ ഒരു ശല്യം. അമ്മണിക്കുട്ടി ആ വിളക്കൊന്ന് വളർത്തിക്കൊണ്ടിരും. ആ അവള് കൊറേ കൊളുത്തും. ദേ പെണ്ണെന്റെ കോന്തലെ തൂങ്ങി. ഇവക്ക് അത്ര പേടിയാ? ആവോ പിന്നെ എന്ത് പറ്റിയാവോ? സൂര്യനൊന്ന് മറഞ്ഞ പിന്നെ പെണ്ണെന്റെ പിന്നാലെയാ. പറഞ്ഞോണം പകല് കണ്ട ചെടിയൊന്നും കാണാനില്ലല്ലോ. അപ്പൊ അമ്മ പറഞ്ഞത് നേരാ അല്ലേ? ഉണ്ണി ദൂരയാത്ര കഴിഞ്ഞു വന്നതല്ലേ, വേഗം കിടന്നുറങ്ങാൻ നോക്ക്. മോളെ ഇതൊക്കെ എടുത്തു വെച്ച് നീ ഊണ് കഴിച്ച് കിടന്നു. ഞങ്ങളും കിടക്കാൻ പോവാ. ഞാൻ തീപ്പിട്ട് നോക്കി വന്നതാ.
അമ്മണിക്കുട്ടി, അമ്മണിക്കുട്ടിയേ, നീ ഇതുവരെ എണീറ്റില്ലേ? അമ്മണിക്കുട്ടി, അല്ല എണീറ്റിട്ട് പിന്നെ ഇരുന്ന് ഉറങ്ങാ? ഉണ്ണിക്ക് ചായ കൊടുക്കണ്ടേ? പാല് പാല്. കൗസു ഒന്നോട്ട് വന്ന്. കൗസു ഇന്നലെ ഉണ്ണി നിന്നെ പറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞിരിക്കണേ നീ ഇപ്പൊ ഭയങ്കര ഡീസന്റ് ആവുന്ന. അവൻ സംഗതി ചോർത്തിരിക്കാൻ ശ്രമിക്കുക. നീ കയറി കണകണമെന്നും പറയരുത് കേട്ടോ. നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ഉണ്ടല്ലോ, ഒറ്റ ആളോടും പറയരുത്. ഇല്ല, ഇതൊക്കെ ഡീസന്റ് ആയിരിക്കും. എനിക്ക് തോന്നതേ
ഈ ഉണ്ണി ആ അമ്മണി പെണ്ണിനെ ഒരു 4 ദിവസത്തിനുള്ളിൽ ചുക്കടിക്ക്. എന്ത് പറ്റി? കപ്പ കയ്യിൽ നിന്ന് വീണു. എന്തു പറ്റി അമ്മണിക്കുട്ടി? കാലത്ത് തന്നെ കുളക്കടവിൽ വന്നിരിക്കണേ. എന്തു പറ്റി? ഇങ്ങോട്ടൊന്ന് നോക്കന്ന്. എനിക്ക് പേടിയാവുന്നു കൗസല്യ. പേടിയാവേ? എന്തിനാ? കൗസല്യ ഇന്നലെ പറഞ്ഞില്ലേ? അയ്യേ, അതിനേക്ക് അറിയാൻ പോണേ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ എന്റെ കുട്ടിയെ. ഈ അമ്മണിക്കുട്ടി ഒരു പൊട്ടിയാ. ഉണ്ണി എന്താ വരുമ്പോഴേക്ക് നിന്നെ പിടിച്ചു തിന്നാൻ പോവാ? ഒന്ന് സൂക്ഷിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്കങ്ങനെ ഒരു പറ്റു പറ്റിയെന്ന് വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല. ദേ അടുക്കളയിലേക്ക് ചെല്ല്. ഇപ്പൊ കിടന്ന് അന്വേഷിക്കുന്നുണ്ടാവും. ഇനിയും താഴോട്ട് പൊട്ടിക്കരുത്. പഞ്ചസാര കിട്ടിയിട്ടുണ്ടല്ലോ. വല്യമ്മേ, ഞാൻ കടയാം. വേണ്ട വേണ്ട, നീ കടഞ്ഞ വെണ്ണ കൂടില്ല. ആ, നീ ആ തീയൊന്ന് തള്ളിക്കൂട്ടി. വിശന്നിട്ട് വയ്യാമേ, ഒന്നും ആയില്ലേ? എന്താ അത്, കടലയാ? സ്റ്റൈൽ കുറച്ചുകൂടെ. പൊള്ളും. ഒന്നുമില്ല, നീ ഇങ്ങോട്ടിട്. എന്റെ ഉണ്ണിയെ, നിനക്ക് ഈ വേവണേന് മുമ്പ് വാരി തിന്നണ സ്വഭാവം ഇനിയും മാറിയില്ലേ? ഈ പെണ്ണ് വല്ലക്കിലൊക്കെ ചെന്ന് പറയും.
ഏയ് അമ്മണിക്കുട്ടി പറയൊന്നുമില്ല. പറയൂ അമ്മണിക്കുട്ടി. ഇല്ല. ആ പറ. എണ്ണിക്കല അവിടുന്ന് എത്തിക്കഴിട്ട് വാരാൻ വന്നേക്കണു. ഇങ്ങനെ ഉണ്ടോ ഒരു വികൃതി? ഞാൻ അമ്മയുടെ ഉണ്ണികൃഷ്ണനല്ലേ? ഈ ചെക്കൻ എന്തായി കാട്ടണേ? ഇതാ അവന്റെ പ്രകൃതം. ഈ കളി തന്നെയാ അച്ഛന്റെ അടുത്തും ചെലപ്പോ. ആ ലില്ലിക്കുട്ടി ഏത് തുടരില്ല? വിക്ടറിയില്ല. വിക്ടറിയിൽ 3 വർഷം പഠിച്ചിട്ടും പാസ്സായിട്ടുണ്ട്. എത്ര പഠിച്ചിട്ട് ഒന്നും തലേ കയറുന്നില്ലെന്നേ. മിക്സഡ് ആയിരിക്കും. അതെ. ആ പിന്നെ ഞാൻ തലേ കയറുന്നത്. അവിടെ ഫീസ് കുറവായതുകൊണ്ടാ അപ്പൻ അവിടെ ചേർത്തത്. എവിടെ ചേർത്താലും പഠിക്കാത്ത നിന്റെ കുറ്റമല്ലേ? അതിരിക്കട്ടെ, ശേഷിച്ച ജീവിതം ഇനി എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? വിക്ടറി കോളേജിന് സമർപ്പിക്കാനാ ഭാവം? എടീ വീട്ടിൽ പോടി, വഴിയൊന്നും നിറങ്ങാണ്ട് വീട്ടിൽ പോടി. ഈ അപ്പൻ എന്താ ചാവാൻ പോണേ? ഞാൻ വീട്ടിലേക്കല്ലേ പോണേ? എനിക്കറിയാടി, നീ വീട്ടിൽ പോടി. മറ്റുള്ള കുട്ടികളൊക്കെ വീട്ടിലെത്തി. അപ്പൻ ഇന്ന് വീട്ടിലേക്ക് വാ, ഞാൻ കാണിച്ചു തരാം. എന്റെ മേനവും കുട്ടിയെ നേരം കിട്ടിയ വഴി കാണുന്നവരോടൊക്കെ നിരങ്ങിയിട്ട് അവള് വീട്ടിലെത്തും. എനിക്ക് ഇവളുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. പ്രായമായ പെണ്ണല്ലേ. അതാ മേനവും കുട്ടിയുടെ ഇപ്പം മിണ്ടിന്ന് വെച്ചാൽ ഒന്നും ഉണ്ടായിട്ടല്ല. എന്തിനാ ഇങ്ങനെ വ്യസനിച്ചോണ്ട് നടക്കുന്നത്? കെട്ടിച്ച് വിട്ടൂടെ? 10ാം ക്ലാസ് എങ്ങനെയെങ്കിലും കടന്നു കിട്ടിയ വല്ല ജോലിയും കിട്ടുവേ. അപ്പോ സ്ത്രീധനം കുറച്ചു കൊടുത്താ പോരെ? എനിക്ക് അതിനുള്ള പാകല്ലേ ഉള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ കളക്ടർ ഉദ്യോഗം കിട്ടാൻ പോവല്ലേ? ആ വല്ല മാസപ്പടി പണിയെങ്കിലും കിട്ടുവേ. ഒന്നുമില്ലാണ്ട് കൊള്ളാവുന്ന ഒരുത്തിന്റെ കൂടെ പറഞ്ഞയക്കാൻ പറ്റുമോ? ഒരു കറവക്കാരൻ കള്ളനുണ്ട്, 2 നേരം അവനെ നോക്കണം. ഒരു ചെത്തുകാരൻ കള്ളനുണ്ട്, അവനെ 3 നേരം നോക്കണം. അവൻ തെങ്ങിന്റെ മുകളിൽ കയറി പെണ്ണ് കുളിക്കുന്ന നോക്കുക. ചെത്ത് വേണ്ടാന്ന് വെക്കാന്ന് വെച്ചാല് ആ തെങ്ങ് അവൻ ഉണക്കും. കറക്കാനാണെങ്കിൽ വേറെ ആളെ കിട്ടാനുമില്ല. ഇങ്ങനുണ്ടോ മനുഷ്യന്മാര്? വ്യസനിക്കാൻ വേറെ വല്ലതും വേണോ? ദേ പോണു ആ കള്ളൻ. നോക്ക്, തിരിഞ്ഞു നോക്കണില്ല, വച്ചു പിടിക്കുകയാണ് വീട്ടിലേക്ക്. മറ്റേ കള്ളനുണ്ടല്ലോ, മേനകുട്ടിയുടെ കൂട്ടുകാരൻ ദേവസിക്കുട്ടി, അവൻ ഇതേ ഒരു ജ്വരമുള്ളൂ. അടയ്ക്കാവരത്തിന്മേ സാരി ഒറ്റിയെടുത്ത് പശു ഉണ്ടെങ്കിൽ അവൻ കറക്കും. അല്ല അത് പോട്ടെ, മേനകുട്ടി വരാൻ വൈകിന്നോ, കമ്പി അടിച്ചു എന്നോ, കിട്ടിയില്ലെന്നോ, അച്ഛനും അമ്മയും വല്ലാണ്ട് വ്യസനിച്ചു എന്ന് കേട്ടില്ല. എന്താ ഉണ്ടായേ? ആ വരണ വഴിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നോ, ട്രെയിൻ ഒലിച്ചു പോയിരുന്നോ, പാളം വെക്കാൻ മറന്നു എന്നോ, എന്തിനു പറയുന്നു? എന്റെ കണക്ഷൻ ട്രെയിനൊക്കെ തെറ്റി. ആ പറച്ചിലൊരു വെപ്പാണല്ലോ. വ്യസനം കൊണ്ട് എന്റെ സംസാരം അങ്ങനെ ആയതാണ് കേട്ടോ. ഓ ഇല്ലിക്കുട്ടി, എത്ര കാലമായി ഞാൻ നിന്നോട് സൗകര്യമായിട്ടൊന്ന് സംസാരിച്ചിട്ട്. എന്റെ മനസ്സിലെ വിഷമം എന്താണെന്ന് നിനക്കറിയോ? ഞാനേ എല്ലാവരുടെയും പോലെയല്ല, ഭയങ്കര ഡീസന്റാ. ഡീസന്റ് പരിപാടി അല്ലാണ്ട് മറ്റൊരു പരിപാടി നമുക്കില്ല. ഇന്നെന്താ നിനക്ക് ഇത്ര വലിയ ഗ്രാക്കി? നിനക്കറിയോ, ഞാൻ അവിടെ കൃത്യമായി കറക്കാൻ വരണതേ നിന്നെ കാണാൻ വേണ്ടിട്ടാ, അല്ലാണ്ട് നിന്റെ അപ്പന്റെ പിച്ചക്കാശിന് വേണ്ടിട്ടാ. നിനക്കൊന്നും പറയാനില്ലേ? ഒന്നും. മുറിയേ ഇതെവിടെ കൊണ്ടുപോയിട്ടാ? എഴുന്നള്ളിക്കാൻ കൊണ്ടുപോയി തല്ലിക്കൊന്ന് കൂട്ടാൻ വെക്കണം മാപ്പിളെ. എഴുന്നള്ളിക്കാൻ കണ്ടൊരു സാധനം. അവന്റെ ഒരു ചോദ്യം 1000 പ്രാവശ്യം അവനോട് പറഞ്ഞതാ ആശുപത്രി കൊണ്ടുവന്ന് കാണിക്കാൻ. നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ? തല്ലിക്കൊന്ന് കൂട്ടാൻ വെക്കാൻ തിന്നാനങ്ങ് വരും. കള്ളൻ, കാട്ട് കള്ളൻ. ഈ വള്ളിക്കുട്ടി പിടിച്ചേരാ. കമ്പനി വക ക്വാർട്ടേഴ്സ് ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഏതായാലും ഹോട്ടലിലാ താമസം. എന്നാ പിന്നെ കുറച്ചുകൂടെ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് താമസിക്കാം. ഞാൻ പറഞ്ഞ അതല്ല, ക്വാർട്ടേഴ്സിലാണെന്നാ. അത് തന്നെ ഞാനും പറഞ്ഞത്. നല്ലൊരു ഹോട്ടലിൽ താമസിക്കുക. നീ ഇപ്പോ അവിടെ കിടന്ന് ബുദ്ധിമുട്ടി ഇങ്ങോട്ട് കാശ് അയക്കേണ്ട ഒരു കാര്യമില്ല. ഈ അച്ഛനെ കൊണ്ട് തോറ്റുമല്ലോ. ഒന്നും പറഞ്ഞില്ല. ആ ചുണ്ടനെ എന്തോ പറയണ്ട്. ദൈവമേ, എന്റെ അമ്മയെ സമ്മതിക്കണം.
നീ എന്തൊക്കെയോ പറയണ്ടേ എനിക്കൊട്ട് കേൾക്കാനും പാടില്ല. ഞാൻ പോയി ആ കുന്തെടുത്ത് വച്ചിട്ട് വരാം. ദീപം 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 ദീപം. ആ അമ്മണിക്കുട്ടി, നീ ഇവിടെ നിൽക്കേ. ഞാൻ ഒരു തമാശ കാണിച്ചു തരാം. ചിരിക്കരുത്. ഞാൻ എന്ത് പറഞ്ഞാലും ഗൗരവമായിട്ട് തലയാട്ടിയാ മതി. ഇങ്ങോട്ടൊന്നും പറയണ്ട. പറഞ്ഞ പറയണം. അത് ശരി. നിങ്ങൾ വല്ലതും പറയണ്ടോ? എനിക്കൊന്നും കേൾക്കാൻ പാടില്ലല്ലോ. ഇനി ഈ കുന്തത്തിന്റെ ആവി പോയോ? ദ്രോഹി, സ്വന്തം പരിഹസിക്കണോടാ. ഓ, ഇത് വീണ്ടും പോയോ? തല്ലിക്കോ കൊല്ലിഞ്ഞു. ഉണ്ണീട്ട് എന്തൊരു തമാശക്കാരനാ. വെറുതെ ഓരോന്നോർത്ത് ഞാൻ എന്തൊക്കെയാ പേടിച്ചേ. ഞാനൊരു പൊട്ടി തന്നെ. അമ്മിണി കുമ്മിണി കൊലത്തമ്മണി വാലുമ്പൊക്കെ വടക്കോട്ടോടാ. MRO, yes. 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 MRO. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു. വിരുന്നുകാരാ 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 വന്നാട്ടെ. മാരനാണ് വരുന്നതെങ്കിൽ മധുരപ്പത്തിൽ നൽകേണം. വയസ്സനാണ് വരുന്നതെങ്കിൽ അയിനും ചോറും നൽകേണം. ഇടയ്ക്കിടയ്ക്ക് ഇടിച്ചിടിച്ച് കൊടുക്കണം. എന്താ നിർത്തിക്കളഞ്ഞത്? പാട. ഏയ്, ഞാൻ വെറുതെ മൂളിയതാ.
മാസ്മര സുഗന്ധം ആനന്ദ കളിമ്പം സ്വർഗീയ വിസ്മൃതി തരം
ആരാ അത്? വേലാന്റിയാ. മേലടുത്ത ഗോന്നുകൂട്ടി തമ്പുരാനുണ്ട്. എന്താ കോയിന്നുകുട്ടി അർദ്ധരാത്രിക്ക് എന്താ വിശേഷം? പറയാം. താനീ അർദ്ധരാത്രിക്ക് ബഹളം ഉണ്ടാക്കാതിരിക്കും. തുടങ്ങിയല്ലോ. അങ്ങോട്ട് വിളിച്ചാ ചെല്ലാണ്ടിരിക്കാൻ പറ്റുമോ? ഇനിയിപ്പോ ഈ പാതിരാത്രിക്ക് പുറപ്പെടുവൊന്നും വേണ്ട, നേരം വെളുത്തിട്ട് പോവാം. എന്ന് പറഞ്ഞാ പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ പോണം. എന്റെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നപ്പോ അവര് മാത്രമേ ഒരു സഹായത്തിന് ഉണ്ടായിരുന്നുള്ളൂ. എന്നെക്കാൾ 1.5 വയസ്സിന് മൂപ്പേ ഉള്ളു പാവം. നിക്ക് ഓന്നും കുട്ടി, ഞാൻ മേലിടാൻ ഒരു മുണ്ടെടുത്തിട്ട് ഇപ്പൊ വരാം. എന്നാ ഒരു മുണ്ട് എനിക്ക് കൂടെ എടുത്തോളൂ, ഞാനും കൂടെ വന്നേക്കാം. ഈ രാത്രി പുറപ്പെടണമെന്നൊന്നുമില്ല, നാളെ കാലത്തായാലും മതി. പക്ഷേ അറിയിക്കേണ്ടത് വേണ്ട സമയത്ത് വേണമല്ലോ എന്ന് വിചാരിച്ച് വന്നു മാത്രം. കൂടെ ചെന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ കിടക്കപ്രതി ഉണ്ടാവില്ല. ഏതായാലും പോവാം. ഉണ്ണി, ഞങ്ങൾ ശവദാഹമൊക്കെ കഴിഞ്ഞിട്ടേ വന്നു വരുള്ളൂ. വാതിലടച്ച് കിടന്നോളൂ കേട്ടോ. എങ്ങാണ്ടൊരു ശേഷത്തിൽപ്പെട്ട തള്ളയാ, 10-90 കൊല്ലമായി കിടക്കുന്നു. അവരൊന്ന് ചത്തതിനാ ഈ വെപ്രാളം മുഴുവൻ. വെള്ളം വേണം. വെള്ളം.
പാത്രം പാത്രം പാത്രം. എന്താ വല്ലാത്തൊരു ഉറക്കച്ചടവ്? എന്റെ അമ്മേ. കൗസു, ഇന്നലെ രാത്രി തന്തിയും തള്ളി ഇവിടെ ഇല്ലായിരുന്നു അല്ലേ? എവിടുന്ന് കിട്ടണു ഇത്ര കാലത്തെ ഈ ന്യൂസൊക്കെ? ചായപ്പിടിയിൽ വെച്ച് വേലാണ്ടി പറഞ്ഞു ഇന്നലെ രാത്രി ഒരു തള്ള ചത്തിട്ട് തന്തിയും തള്ളിയും കൂടി രാത്രി തന്നെ ഓടിപ്പോയിരുന്നു. ഇന്നലെ എന്തെങ്കിലും നടന്നുണ്ടാവൂല്ലേ? അവർ രണ്ടുപേരും തനിച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ? എന്തിനാ അവരുടെ കാര്യം ഇവരുടെ കാര്യമൊക്കെ അന്വേഷിച്ച് നടക്കണത്? അല്ല, അന്തോണി മാപ്പിളയുടെ അവിടെ കറക്കാൻ പോയോ? അതെനിക്ക് സൗകര്യമുള്ളപ്പോ പോകും. ഇനി പോവില്ലെന്ന് എനിക്കറിയാം. ലില്ലിക്കുട്ടി ഇന്നലെ രാത്രി ആ ചെത്തുകാരൻ പുഷ്പാങ്കന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. പിടിച്ചേ. മതി മതി മതി. ചായ ഒഴിക്കേ, ചായ ഒഴിക്കേ. നീ എന്താ സ്വപ്നം കാണുക? ആളിപ്പോ നാളെ പോവല്ലേ കുട്ടിയെ, ഇനി എന്ത് ചെയ്യും? കണ്ടോ, അപ്പോഴേക്കും മുഖമാടി. ഇങ്ങനുണ്ടോ ഒരു തൊട്ടാവാടി? പോയാലെന്താ, അടുത്ത കൊല്ലം ലീവിന് ഇങ്ങ് വരില്ലേ? അമ്മണിക്കുട്ടി വിഷമിക്കണ്ട,
എല്ലാരെയും പോലല്ല ഉണ്ണി കുട്ടിയെ കരുതിയേക്കണേ. കുറെ ദിവസമായില്ലേ ഞാനും കാണുന്നു. ഉണ്ണിക്ക് അമ്മണിക്കുട്ടിയോടൊരു പ്രത്യേകമാ. ചിരി കണ്ടില്ലേ കള്ളിയുടെ? ഇപ്പൊ എനിക്ക് തോന്നുന്നു നീ വരേണ്ടിയിരുന്നില്ലെന്ന്. അപ്പൊ പിന്നെ ഈ പോണ ദുഃഖം ഉണ്ടാവില്ലല്ലോ. അത് കൊള്ളാം. എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമോ അമ്മേ? പോയാലെന്താ, അടുത്ത കൊല്ലത്തെ ലീവിൽ ഞാൻ തിരിച്ചു വരില്ലേ? അത് കൊള്ളാം. എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമോ അമ്മേ? പോയാലെന്താ, അടുത്ത കൊല്ലത്തെ ലീവിൽ ഞാൻ തിരിച്ചു വരില്ലേ? ഉമ്മറത്തെ വാതിലടച്ചോളൂ കൗസല്യെ. ഇവിടെ തന്നെ എന്നാണ് കേട്ടോ. അവളെ എങ്ങും പോകാൻ പോകില്ല. താനും കൂടെ വേഗം വരിക. എല്ലായിടത്തൊക്കെ ഇങ്ങോട്ടാ. ഇങ്ങോട്ട് വെച്ചോ, ഇങ്ങോട്ട് വെച്ചോ. അവിടെ വെച്ചാ മതി. അടുത്ത തവണയെങ്കിലും പറഞ്ഞ സമയത്ത് വരണേ ഉണ്ണി. വയസ്സും പ്രായമൊക്കെ ആയി. എനിക്കിങ്ങനെ ഓടി നടക്കാൻ വയ്യ. പോടാ. വരാ അച്ഛാ. പോട്ടെ അമ്മേ. ചാത്തുട്ടി, ആ അമ്മണിക്കുട്ടി, നിനക്ക് ഞാൻ ഒന്നും തന്നില്ലല്ലോ. നീയും എന്റെ കുറെ അലക്കം തിരുമ്പോ ചെയ്തല്ലേ? ഇത് വെച്ചോ. ഇതവളെ ശമ്പളത്തിൽ പിടിക്കരുത് കേട്ടോ അമ്മേ. ദുഃഖമെന്തിന് നെഞ്ചിൽ മോഹിച്ചു വളർത്തത്
ദുഃഖമെന്നറിഞ്ഞില്ല. ദുഃഖത്തിൻ കൂടും വിട്ട പൈങ്കിളി പാറിപ്പോകെ ജീവിതമുണങ്ങിയ കമ്പായി കിടക്കുന്നീ വസന്ത ശ്മശാനത്തിൽ.